അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം വിച്ഛിന്നാഭിഷേകം തുടർച്ച. വസിഷ്ഠപത്നി അരുന്ധതിക്ക് തൻ്റെ ആഭരണങ്ങളും മറ്റും നൽകി ചുമതലകൾ ഏൽപ്പിക്കാൻ സീതാദേവി തീരുമാനിക്കുന്നു. ബ്രാഹ്മണർ, സേവകർ, അന്തഃപുരവാസികൾ തുടങ്ങിയുള്ളവർക്ക് പശുക്കളും ധനം, വസ്ത്ര ആഭരണങ്ങൾ ഇവ രാമലക്ഷ്മണന്മാർ ദാനം ചെയ്തു. ലക്ഷ്മണൻ അമ്മ സുമിത്രയെ വണങ്ങി കൗസല്യാദേവിയുടെ കൈകൾ പിടിച്ച് അമ്മയെ ഏൽപ്പിച്ചു. സുമിത്ര മകന് നല്ല ഉപദേശങ്ങളും നൽകി. ലക്ഷ്മണൻ ശ്രീരാമനെ വന്ദിച്ചു. മൂവരും പാദസന്നിധിയിലേക്ക് പുറപ്പെടാൻ ആരംഭിച്ചു. പൗരജനങ്ങൾ ദുഃഖത്താൽ കേണു. ദുസ്തുതിയുടെ കാരണം വിശദമായി അറിയാതെ അവർ കുഴങ്ങി. രാമനെ പിരിയാതെ വനയാത്രയ്ക്ക് പോലും അവരിൽ ചില ബ്രാഹ്മണർ സന്നദ്ധരായി. അവരോട് വാമദേവ മഹർഷി രാമാവതാര ലക്ഷ്യം പറയുവാൻ തുടങ്ങുന്നതായി. ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്ക നീ ജാനകി, ഹാരാതിഭൂഷണമൊക്കവേ യുദ്ധം അരുൾ ചെയ്തു. ലക്ഷ്മണൻ തന്നോട് വൃദ്ധീസുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പശുക്കളും അർദ്ധം അവധിയില്ലാതോളം ആദരാൽ സദൃത്വരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു. ബഹുവിധം മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിടുന്നിതശ്രുകണങ്ങളും. ജാനകീദേവിയും അൻപോട് അരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു. തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളേണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ. മായാവിഹീനമീ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും. തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകീതനോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ, കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ, തിരുവടി നാനാജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ,
കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹ, കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദൂതര സ്നിഗ്ധ പാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ല ഇന്നലെയോളവും. ഇന്നിതു തോന്നുവാൻ എന്തോരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. കേകേയപുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു. ഭരതനും വാഴ്കന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകാം നാം എങ്കിൽ വനത്തിനു കൂടവേ, രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.